അക്ഷരനഗരിയായ കോട്ടയത്ത് സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. ഓരോ ജില്ലയും സ്വർണ്ണക്കപ്പിനു വേണ്ടി പോരാടുകയാണ്. ആ സ്വർണ്ണക്കപ്പിന് പിന്നിലുള്ള ശില്പിയെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ആ സ്വർണ്ണക്കപ്പിന്റെ ശില്പിയായ ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായർ സാറിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സർ, ഇപ്പോൾ ഈ സ്വർണ്ണക്കപ്പിന്റെ കാര്യം ഓരോ ജില്ലയും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ആ സ്വർണ്ണക്കപ്പ് താങ്കളാണ് വിഭാവനം ചെയ്തത്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് സാർ ഒന്ന് പറയാമോ? അത് യാദൃശ്യമായിട്ടുണ്ടായ ഒരു സംഭവമാണ്. 1985 യുവജനോത്സവം എറണാകുളത്ത് വെച്ചായിരുന്നു. ആ സമയത്ത് ചിത്രകലയ്ക്കുള്ള ജഡ്ജിയായിട്ട് ഞാനായിരുന്നു. കവിതയ്ക്ക് വയലോപ്പള്ളി ശ്രീധരനും വന്നിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി TN ജേക്കബ് അവിടെ കയറി വന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ പരിചയപ്പെട്ടു, അവിടെ ഇരുന്നു. വയലപ്പള്ളിക്കാണെങ്കിൽ സന്തോഷമായി. എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്. അപ്പുറത്ത് കണ്ടില്ലേ, സ്വർണ്ണക്കപ്പിന്, നെഹ്റു സ്വർണ്ണക്കപ്പിന് വേണ്ടി കുട്ടികൾ പോരാടുന്നു, ഇവിടെ കലയ്ക്ക് വേണ്ടി പോരാടുന്നു. ഒരു പവൻ്റെ ഒരു സ്വർണ്ണക്കപ്പ് കൊടുത്തുവിടില്ലേ TN ജേക്കബിന്. അപ്പം അല്പം അങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട് സാർ, നല്ലൊരു ആശയം ഞാൻ സാധിക്കാൻ, അത് ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടന്നാൽ കൊള്ളാം. ഇല്ല സാർ, ഞാൻ അടുത്ത വർഷം അത് എങ്ങനെയെങ്കിലും എടുക്കും. സത്യം പറഞ്ഞാൽ അതൊരു ഭീഷ്മ ശബ്ദം പോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ സ്വർണ്ണക്കപ്പ് രൂപകൽപ്പന ചെയ്യാൻ കഴിയുന്നത്. മത്സരം നടന്നു, പക്ഷേ ഉദ്ദേശിച്ച ഡിസൈൻ കിട്ടിയില്ല. അവസാനം വയലപ്പള്ളി പറഞ്ഞു, കാവ്യ ചിത്രങ്ങൾക്ക് ചിത്രം വരയ്ക്കുന്ന പ്രസിദ്ധനായ ഒരു ചിത്രകാരനുണ്ട്, നിങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുണ്ട്, TN ജേക്കബ് എന്ന് മനസ്സിലാവും, ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായർ. അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ഇതിൻ്റെ. അപ്പം ഞാൻ വയലപ്പള്ളിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ എന്താ സാർ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിൽ കലയും സാഹിത്യവും വരണം, അല്ല സാധാരണ കപ്പാകരുത്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടാവും, ചേട്ടൻ വരച്ചിട്ട് എന്നെ അറിയിച്ചാൽ മതി. അങ്ങനെ തൃശ്ശൂർ രാമനിലയത്തിലിരുന്ന് ഈ കപ്പിന് രൂപകൽപ്പന ചെയ്തു. അതായത് ശംഖ്, നാദം, സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിട്ട് ശംഖ്, കൈ ഇല്ലാതെ ഒന്നും പറ്റത്തില്ല. യാചിക്കണമെങ്കിലും കൈ വേണം, ഒരു അക്ഷരം എഴുതണമെങ്കിലും കൈ വേണം, മുദ്ര കാണിക്കണമെങ്കിലും കൈ വേണം, ആഹാരം കഴിക്കണമെങ്കിലും കൈ വേണം. കൈ എടുത്ത് 2 പുസ്തകം, ബൈബിളാവാം, ഖുറാനാവാം, ഗീതയാവാം. ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ ഒക്കൂ. അക്ഷരം വേണം. അങ്ങനെ ഇത് 3 കൂടി ഒരുമിച്ചാണ് രൂപകൽപ്പന ചെയ്തത്. പക്ഷേ ഞാൻ വളരെ ബുദ്ധിമുട്ടി. അത് 2 കൂടെ 3 വ്യത്യസ്തമായ സാധനങ്ങൾ അതിനെ ഒരുമിച്ച് ഒരു ക്യാൻവാസിൽ പകർത്തി അദ്ദേഹത്തിനെ കാണിക്കുകയും അദ്ദേഹത്തിന് വളരെ സന്തോഷപ്പെടുകയും ചെയ്തു. പിന്നെ ഞാൻ അതിനെ മോഡലുണ്ടാക്കി, ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന്. അത് വളരെ നേരം ഇരുന്ന് ആലോചിച്ചിട്ട് ശംഖിന് കളിമണ്ണിൽ മെനഞ്ഞ് അതുകൊണ്ട് മണ്ടിച്ചു, കൈ ഉണ്ടാക്കി, പുസ്തകം ഉണ്ടാക്കി. ഇത് 3 കൂടെ ഓർത്ത് ഒരു ഒറ്റ അച്ചിലുമാണ്. ആദ്യം അത് കളിമണ്ണിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനെ പ്ലാസ്റ്റർ പാരീസിൽ അതിൻ്റെ മോഡൽ എടുത്തു, പിന്നെ അതിനെ മെഴുകിലാക്കി. ഇതൊക്കെ ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേക സ്പെഷ്യലിസ്റ്റുകളാണ്. പക്ഷെ ഞാൻ ഈ മോഡൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 101 പവനിലാണ് ഇതുണ്ടാക്കാൻ തീരുമാനിച്ചെങ്കിലും ഒടുവിൽ അത് 117 പവനായി. അത് കാരണം 7 രാഗങ്ങളും 7 സ്വരങ്ങളും ഞാൻ അതിൽ അടയാളപ്പെടുത്തിയിരുന്നു. 7 വളകളാണ്. പക്ഷേ ശില്പി ഈ അവസാനം കാസ്റ്റ് ചെയ്ത് വന്നപ്പോഴേ ഈ വള കുറഞ്ഞു. അവസാനം അത് വള ഇടേണ്ടി വന്നു. അതിന് വളയിട്ട കൈ. അങ്ങനെ 7 രാഗങ്ങളും 7 നിറങ്ങളുമാണ്. ഇത്രയും ഉള്ള ഒരു മനോഹരമായ കപ്പ്. ഇത് എൻ്റെ കഴിവൊന്നുമല്ല, എൻ്റെ ഗുരുനാഥൻ്റെയും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ആണ് ഇതുണ്ടാക്കാൻ കഴിയും. ഇന്ത്യയിൽ ഇതേപോലെ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത ഒരു കപ്പില്ല. സാധാരണ ഒരുപാട് കപ്പുകളുണ്ട്, പക്ഷേ ഇത്രയും അഗാധമായിട്ട് അത് എൻ്റെ ഗുരുനാഥൻ്റെയും ഈശ്വരൻ്റെയും അനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിച്ചാണ്. ഈ യുവജനോത്സവം ഉള്ളിടത്തോളം കാലം വയലപ്പള്ളിക്കും എനിക്കും പിറന്ന ഒരു സൃഷ്ടിയാണ് ഈ സ്വർണ്ണക്കപ്പ്. എൻ്റെ സ്വന്തം മകളെ പോലെയാണ്. എല്ലാ വർഷവും ഞാനിത് പോയി കാണാറുണ്ട്. ഒരു പ്രാവശ്യം തിരുമുറ്റത്തെത്താൻ മോഹം എന്ന് പറഞ്ഞ കണക്ക് ഈ കലോത്സവ വേദിയിലെത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വയസ്സ് 70ആയി, പക്ഷെ ഇപ്പോഴും ഞാൻ എത്താറുണ്ട്, അവരെന്നെ വിളിക്കാറുണ്ട്. സർ, ഇപ്പോഴും കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ കലോത്സവത്തിനും ഒരു കപ്പിന്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അപ്പം ഏത് ജില്ലയ്ക്കായിരിക്കും എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഏത് ജില്ലയ്ക്കാണെങ്കിലും ഈ കപ്പ് കൊണ്ട് വളരെ വലിയൊരു ഉദ്ദേശമായിരിക്കും അവർക്ക് കിട്ടുന്നത്. ഇപ്പൊ ഇനിയൊരു കലയായാലും, അതായത് കലയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ഡിസൈൻ ആയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ടോ?
അപ്പം ഓരോന്നിനും പ്രത്യേകം സ്പോൺസർ ചെയ്തിട്ടുണ്ട് പലതും. കഥകളിക്കായാലും മോഹിനിയാട്ടത്തിനായാലും കൂടിയാട്ടത്തിനായാലും ഓരോ കലാകാരന്മാരുടെ പേരിൽ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാത്തിനും പുറമെയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ജില്ലയ്ക്കാണ് ഈ കപ്പ് കിട്ടുന്നത്. ഇതിൽ ഈ വർഷം ഒരു പ്രത്യേകതയുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ബേബി സാറ് അറിയാതെ ഒരു പ്രഖ്യാപനം നടത്തി. അടുത്ത വർഷം യൂത്ത് ഫെസ്റ്റിവൽ തൃശ്ശൂർ വെച്ചാണെന്ന്. പക്ഷേ ഈ കപ്പിന് ഐഡിയ ആദ്യമായിട്ട് മനസ്സിൽ ഉദയം ചെയ്തത് വൈലോപ്പിള്ളിയാണ്. ഇന്ന് ഈ 25 വയസ്സ് എൻ്റെ കുട്ടിക്ക് തികയാണ്. അപ്പോൾ ഈ കപ്പ് തൃശ്ശൂർ ചെല്ലപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് ആത്മാവ് സന്തോഷിക്കുന്നത് വൈലോപ്പിള്ളിയാണ്. കാരണം അവൾ വീണ്ടും എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തെത്തിയല്ലോ. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി പോലും അതറിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ യാദൃശ്യമായി ഞാൻ ഫയലെടുത്ത് നോക്കിയപ്പോൾ 25 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അടുത്ത വർഷം തൃശ്ശൂർ പൂരം, കലയുടെ പൂരം നമുക്കവിടെ കാണാം. സർ, ഈ ശില്പം ഉണ്ടാക്കിയപ്പോൾ സാറിന്റെ മനസ്സിൽ ഒരുപാട് ഐഡിയ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്ര സമയമെടുത്തു? ഇത് ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സാർ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു പൂർണ്ണത ഇതിന് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായും എനിക്കെല്ലാം ഉണ്ടായത് വൈലോപ്പിള്ളിക്കാണ്. കാരണം ഇത് ക്യാൻവാസിൽ ആണ് ആദ്യം സ്കെച്ച് ചെയ്യുന്നത്. അത് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ശംഖ്, കൈ, അത് പിന്നെ പുസ്തകം, ഇത് മൂന്നും കൂടെ കളിമണ്ണിലാണ് ആദ്യം ഉണ്ടായത്. കളിമണ്ണിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പ്ലാസ്റ്റർ പാരീസിൽ അതിൻ്റെ മോൾഡെടുത്തു. പിന്നെ അതിനകത്ത് മെഴുക്, അതൊക്കെ മറ്റുള്ള ജോലിക്കാരാണ് ചെയ്തത്. പക്ഷേ ഇത് മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. എത്ര ദിവസം കൊണ്ടാണ് സാർ ഇത് ഏതാണ്ടൊരു ഈ മോഡൽ ഉണ്ടാക്കാനായിട്ട് ഏതാണ്ട് ഒരു 1-1.5 മാസത്തോളം എടുത്തു. കാരണം ഈ ആയിൻ്റെയാണ് ഇത് മൂന്നും കൂടെ ചേർന്ന് വരണം. ആദ്യം പല രീതിയിൽ വെച്ച് നോക്കി ഇതെങ്ങനെ. ഒടുവിലാണ് ആ കൈക്കകത്ത് ശംഖ് നിർത്തിയത്. അത് വളരെ ബുദ്ധിമുട്ടുള്ളായിരുന്ന ഒരു കാര്യമാണ്. എങ്കിലേ അത് ദീപം പോലെ തോന്നിക്കുകയും ദൂരെ നോക്കിയാൽ നമുക്ക് ദീപം, കയ്യിലൊരു ദീപം ഇരിക്കുന്നത് പോലെ തോന്നും. അതും പുസ്തകത്തിന് പുറത്താക്കി അകം തുറന്നു നോക്കിയിട്ട് മതി. പുസ്തകം ഭംഗിക്കില്ല, അത് തുറന്നു നോക്കിയെങ്കിൽ ആ അറിവ് നമുക്ക് ഉള്ളിലോട്ട് വരും. ഇങ്ങനെ എനിക്ക് സന്തോഷം പറഞ്ഞ് ഞാൻ വരച്ചിട്ടുള്ള ചിത്രങ്ങളെ പോലെ തന്നെയാണ് ഈ ശില്പമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എപ്പോഴും ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ആ ചിത്രം മാത്രമല്ല, ആ ചിത്രത്തിനകത്തൊരു ചിത്രം കൂടെ കാണും. അത് അങ്ങനെയാണ് എനിക്ക് അവാർഡ് കിട്ടാനുള്ള കാരണവും. പിന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമുണ്ട്. കേരള ലളിതകല അക്കാദമിയുടെ സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുള്ള ചിത്രകാരന്മാരിൽ ഒരാൾ ഞാനാണ്. 2 പേർക്ക് അങ്ങനെ കിട്ടിയുള്ളൂ. ഒന്ന് ഹരിദാസനാണ്, അത് ചോഴമണ്ഡലത്തിലാണ്. പിന്നെ കിട്ടിയിട്ടുള്ള എനിക്കാണ്. എനിക്ക് തന്നെ ഈ സ്വർണ്ണക്കപ്പ് ഉണ്ടാക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. പിന്നെ കാവ്യ ചിത്രങ്ങൾ ധാരാളം വരച്ചുകൊണ്ട് വൈലോപ്പിള്ളി പറഞ്ഞ ഉടനെ തന്നെ ഒരു കവിത പോലെ എൻ്റെ മനസ്സിൽ ഇത് ഉണ്ടാകുകയും ചെയ്തു. അതിൽ കവിഞ്ഞ് വേറെ എന്ത് വേണം കുട്ടി? സാർ, ഇപ്പോൾ മോൾഡ് ഉണ്ടാക്കാനായിട്ട് സമയമെടുത്തു. ഇതിന്റെ ഒറിജിനൽ രൂപം ഉണ്ടാക്കാനായിട്ട് സാറിന് കൂടുതൽ പിന്നെ അത് ചെയ്തത് സ്വർണ്ണപ്പണിക്കാരനാണ്. അവർ വളരെ ദിവസം എടുത്തിട്ടാണ് അത് സ്വർണ്ണക്കടക്കാരെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. 101 പവനിലാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. പക്ഷേ അത് 101 117.5 പവനായി. അപ്പോൾ അത് അവർ ഭംഗിയായിട്ട്, അത് നല്ല ശില്പികളാണ്. പക്ഷേ അതിൽ അണ്ണുകട, ഞാൻ ഉണ്ടാക്കിയ ഡിസൈനിലെ അണ്ണുകട വ്യത്യാസമില്ലാതെയാണ് അവരത് ഉണ്ടാക്കി തന്നത്. അത് ഇന്നോട്ട്. പിന്നെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന കപ്പ് സ്വർണ്ണക്കപ്പല്ല, അത് മഹാഗണിയിൽ തടിയിൽ പണിത കപ്പാണ്. അതിൽ സ്വർണം പൂശിയിട്ടുണ്ട്. ഈ ഒരു ഇതിനല്ലാതെ വേറെ ഏതെങ്കിലും സംഘടനകൾക്കോ അല്ലെങ്കിൽ കല ഉണ്ടാക്കിയിട്ടുണ്ടോ? കാരണം ഏറ്റവും നല്ല അധ്യാപകർക്ക് ഉള്ള അവാർഡ് കൊടുക്കാനുള്ള ഭാഗ്യവും അതിൻ്റെ ഡിസൈനും വരും. അതൊരു വീണയാണ് പ്രധാനമായിട്ട്. അപ്പോൾ അവിടെ ശംഖ് വന്ന സ്ഥലത്ത് വന്ന വീണയാണ്. ആ പുസ്തകത്തിൻ്റെ പ്രത്യേകം ഒരു വീണ വരച്ചു. അതിന് മുകളിൽ ദീപം, തമസവും മാ ജ്യോതിർഗമയ എന്നുള്ള ആശയം വെച്ചിട്ട് അത് വരച്ചു. അതിൻ്റെ മോഡൽ എൻ്റെ ഇരിപ്പുണ്ട്. സർ, കേരളത്തിന് അല്ലാതെ തന്നെ പുറത്ത് അങ്ങനെ എന്തെങ്കിലും ശില്പങ്ങൾ രൂപകൽപ്പന ചെയ്യാനായിട്ട് തോന്നിയിട്ടുണ്ടോ, ശ്രമിച്ചിട്ടുണ്ടോ? എൻ്റെ ഈ ഓർമ്മ ശരിയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്റ്റാമ്പ് ഡിസൈൻ ചെയ്തു. പനിനീർ പൂവിന് നെഹ്റുവിനെ ബേസ് ചെയ്താണ് വരച്ചത്. അത് ചൈൽഡ് വെൽഫെയർ കൗൺസിലിന് വേണ്ടി ഒരിക്കൽ ചെയ്തു. അത് വളരെ പനിനീർ പൂവിൻ്റെ ദുഃഖം, അത് നെഹ്റുവിനെ ഒരു താമര റോസാമുട്ടാണ്. അതിൽ ഞാൻ നെഹ്റുവിനെ വരച്ചില്ല, വേറൊരു റോസാമുട്ടാണ് ആ അവാർഡ്. അത് എനിക്ക് വളരെ ഇഷ്ടം. കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനുള്ള പറ്റുന്നത് അതേ ഉള്ളൂ, അല്ലാതെ ഞാൻ പറയുന്നില്ല. ഇപ്പം പുതുതായിട്ട് വരുന്ന തലമുറയ്ക്ക് ഒരു കാരണവർ എന്ന നിലയ്ക്ക് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ഉപദേശം അങ്ങനെ എന്തെങ്കിലും? ഒരു കലാകാരനെ, ഒരു ചിത്രകാരനെ സംബന്ധിച്ച് അവൻ്റെ പാഠശാല എന്ന് പറയുന്നത് പ്രകൃതിയാണ്. പ്രകൃതിയെ സ്നേഹിക്കുക. പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ ഏത് കലയും, സംഗീതമായാലും ചിത്രകലയായാലും ഡാൻസ് ആയാലും പഠിക്കുന്ന നമ്മൾ പ്രകൃതിയിൽ നിന്നാണ്. പ്രകൃതിയെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം.
ഇപ്പം ഒരു ചിത്രകാരനെ സംബന്ധിച്ച് ഒരു ഉറുമ്പിനെ കാണുന്ന അതേ കൗതുകത്തോടെ തന്നെ ആനയെ കാണണം, ആനയെ കാണുന്ന അതേ കൗതുകത്തോടുകൂടി തന്നെ ഉറുമ്പിനെയും കാണണം. പക്ഷെ ആന വലുതാണ്, പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ ഉറുമ്പും അതേപോലെ പ്രാധാന്യമുണ്ട്. കാരണം അതിന് പറയാൻ കാരണം ആനയെ വരയ്ക്കാൻ എളുപ്പമാണ്, പക്ഷെ ഉറുമ്പിനെ വരയ്ക്കാൻ വലിയ പ്രയാസമാണ്, കണ്ടാൽ ചെറുതാണ്. അപ്പോൾ ഇപ്പോൾ ചിത്രശലഭം, അനവധി ചിത്രശലഭങ്ങളുണ്ട്. ഓരോ ചിത്രശലഭത്തിനും വ്യത്യസ്തമായ ഭാവവും രൂപവുമാണ്. ഇപ്പോൾ പൂക്കളുണ്ട്, ഒരുപാട് പൂക്കളുണ്ട്. ഇപ്പം തെങ്ങിൻ പൂക്കല, അതും പൂക്കലയുണ്ട്. റോസാപ്പൂവും പൂവാണ്. പക്ഷേ അതെല്ലാം നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷണ ബുദ്ധി കൊണ്ടാണ് പല കുട്ടികൾക്കും പ്രകൃതിയെ അവർ മറന്നു പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഒരു വാഴയില വരയ്ക്കാൻ ഒരു കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വരയ്ക്കാൻ പ്രയാസമാണ്. അല്ലെങ്കിൽ ഒരു തെങ്ങ് വരയ്ക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ഒരു പന വരയ്ക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ഒരു അരയാൽ വരയ്ക്കാൻ പറയുന്നു. അപ്പം അരയാൽ തന്നെ പല ഇനത്തിലുണ്ട് ഇല്ലേ, അരയാൽ തന്നെ പല ഇനത്തിലുണ്ട്. അപ്പം അതുവരെ നമ്മൾ ഒരു ചിത്രകാരനെ സംബന്ധിച്ച് വളരെ ഒരു ഗവേഷകനായിരിക്കണം. പ്രകൃതിയുമായിട്ട് ഒരു പുഴ വരയ്ക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരു കടൽ വരയ്ക്കുന്നു, അപ്പോൾ പ്രകൃതിയിൽ നിന്നല്ല നമുക്ക് മറ്റൊന്നും വരയ്ക്കും. ചിത്രകാരനെ സംബന്ധിച്ച് അവൻ്റെ ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്. ആ പ്രകൃതിയിൽ നിന്ന് വേണം ഓരോ കുട്ടിയും ഇത് ഉൾക്കൊള്ളാൻ. നിറങ്ങൾ പ്രകൃതിയിലുണ്ട്, അത് മാറി മാറി പല വർണ്ണങ്ങൾ നീരിലും കാണും കാറിലും കാണുമെന്നാണ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ഗീതാഞ്ജലിയിൽ പറഞ്ഞിട്ടുണ്ട് ഭാഗം.